നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത PSC പരീക്ഷകൾക്ക് പോകുന്ന കൂട്ടുകാർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട PSC ബുള്ളറ്റിനിൽ നിന്നും എടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും GKയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി എന്നാണ് സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം അറിയപ്പെട്ടിരുന്നത്. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാമെന്നാണ്? നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഫക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ, സിദ്ധു കാനു, കൻവർ സിംഗ് ഗോനു. ഇതിൽ സിദ്ധുവും കാനുവുമാണ് 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ. അപ്പോൾ സിദ്ധുവും കാനുവും ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? 1855 56 കാലഘട്ടത്തിലെ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് സിദ്ധുവും കാനുവും. സിദ്ധുവും കാനുവും ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാന്താൾ കലാപം. സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് സിദ്ധുവും കാനുവും. സിദ്ധുവും കാനുവും. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതെന്നുള്ളതാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, സിഡ്ലി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇതിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ടാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. എന്തുകൊണ്ടാണ് ഉത്തര മഹാസമതലത്തിൽ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത്? ഗംഗ, യമുന പോലുള്ള വമ്പൻ നദികൾ ഉത്തര മഹാസമതലത്തിലൂടെയാണ് ഒഴുകുന്നത്. ആയതിനാൽ ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? PSC ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? പരുത്തി. പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? പരുത്തിയാണ്. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ആരെല്ലാമെന്നാണ്? നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഫക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ, സിദ്ധു കാനു, കൻവർ സിംഗ് ഗോനു. ഇതിൽ സിദ്ധുവും കാനുവുമാണ് 1857 കലാപവുമായി ബന്ധപ്പെടാത്ത ആൾക്കാർ. അവർ 1855-56 കാലഘട്ടത്തിലെ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരായിരുന്നു സിദ്ധുവും കാനുവും. സിദ്ധുവും കാനുവും ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? സാന്താൾ കലാപം. സാന്താൾ കലാപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതെന്നാണ്?
ഇതിൽ ഖിലാഫത്ത് പ്രസ്ഥാനം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, റിഡ്ലി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നിവ കൊടുത്തിരിക്കുന്നു. ഇതിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. ഏതാണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. PSC ഓപ്ഷൻ എ ജമ്മു കാശ്മീർ തരും. ജമ്മു കാശ്മീർ ചാടിക്കേറി കറപ്പിക്കരുത്. ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയായിരുന്നു നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ്. അപ്പോൾ നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയായിരുന്നു നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരായിരുന്നു? ഔറംഗസീബ്. ഔറംഗസീബ് ആയിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരായിരുന്നു? ഔറംഗസേബ്. ഔറംഗസേബ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ്? ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക, ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകുക, ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. ഇതിൽ ആഗസ്റ്റ് വാഗ്ദാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക, ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകുക, ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക. ഇവയായിരുന്നു ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെട്ടത്. ആഗസ്റ്റ് വാഗ്ദാനം നൽകിയത് എന്നാണ്? 1940. ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക, ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകുക, ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്. അപ്പോൾ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണെന്നാണ്? 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും. 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നതെന്നാണ് ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ ഇവയെല്ലാം മാഗ്മയിൽ ഉള്ളതാണ്. മാഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ലാവ. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് വരുന്ന ലാവയാണ് മാഗ്മ എന്ന് പറയുന്നത്. മാഗ്മയിൽ കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ ഇവയെല്ലാം മാഗ്മയിൽ കാണപ്പെടുന്ന വാതകങ്ങളാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് സോൻമാർഗ് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. സോൻമാർഗ് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് സോൻമാർഗ് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയായിരുന്നു നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ്.
ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക, ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകുക, ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക എന്നിവയായിരുന്നു ഓഗസ്റ്റ് വാഗ്ദാനം. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെട്ടത് ആയിരുന്നില്ല. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ ഇവയെല്ലാം മാഗ്മയിൽ കാണപ്പെടുന്ന വാതകമാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമേതാണ്? ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം. ഓപ്ഷൻ എ ഇന്ത്യ തരും, ഇന്ത്യയല്ല. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമേതാണ്? ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ ചോദ്യം പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്കിൽ പെടുന്നതാണ്. നമ്മളുടെ ചാനലിൽ പഞ്ചവത്സര പദ്ധതി എന്ന വീഡിയോ കിടപ്പുണ്ട്, കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ പോയി കാണുക. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇവയെല്ലാം പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? പി വി നരസിംഹറാവു ആണ് പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരവികസനം. ഇതും പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഫ്ലഡ്. 2023 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഹിരോഷിമയാണ് 2023 G7 ഉച്ചകോടിയുടെ വേദി. അപ്പോൾ 2023 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഹിരോഷിമ. അപ്പോൾ 2022 G7 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? സ്കോളസ് എൽമു, ജർമ്മനിയിലുള്ള സ്കോളസ് എൽമു എന്ന സ്ഥലത്തായിരുന്നു 2022 G7 ഉച്ചകോടി. 2024 G7 ഉച്ചകോടി എവിടെയായിരുന്നു? അപുല്യ, ഇറ്റലിയിലെ അപുല്യ എന്ന സ്ഥലത്തായിരുന്നു 2024 G7 ഉച്ചകോടി. അപ്പോൾ 2023 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഹിരോഷിമ. 2022 G7 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? സ്കോളസ് എൽമു, ജർമ്മനി. അപ്പോൾ 2024 G7 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അപുല്യ, ഇറ്റലിയിലെ അപുല്യ എന്ന പട്ടണത്തിലായിരുന്നു 2024 G7 ഉച്ചകോടി നടന്നത്. സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. 1975 സെപ്റ്റംബർ 9 സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. KSSMന്റെ പൂർണ്ണരൂപം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്നതാണ് KSSMന്റെ പൂർണ്ണരൂപം. അപ്പോൾ KSSMന്റെ പൂർണ്ണരൂപം എന്താണെന്ന്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്നതാണ് KSSMന്റെ
പൂർണ്ണരൂപം. അപ്പം നമുക്ക് സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം. പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഓപ്പറേഷൻ ഫ്ലഡ്. 2023 G7 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഹിരോഷിമയായിരുന്നു 2023 G7 ഉച്ചകോടിയുടെ വേദി. 2022 സ്കോളസ് എൽമു ജർമ്മനി. 2024 അപൂല്യ ഇറ്റലി. 2024 അപൂല്യ ഇറ്റലി. സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. 1975 സെപ്റ്റംബർ 9 സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. KSSMന്റെ പൂർണ്ണരൂപം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി നിലവിൽ വന്ന വർഷം മെയ് 25, 2015. മെയ് 25, 2015 കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി നിലവിൽ വന്നത്, അല്ലെങ്കിൽ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 25/5/2015. 25/5/2015 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. ഒന്നുകൂടെ നോക്കാം. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി നിലവിൽ വന്നത് 25/5/2015. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 43. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 43. 43ാം വകുപ്പാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഏതാണ്? 36 മുതൽ 51 വരെ. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതൊക്കെയാണ്? വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. വകുപ്പ് 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 43. വകുപ്പ് 43 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 36 മുതൽ 51 വരെ. 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 5 മുതൽ 11 വരെ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. ഈ ഒരു ക്വസ്റ്റ്യൻ PSC പലതവണ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും മനസ്സിരുത്തി പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി. 73ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയതെന്നാണ്? 1992. 1992 73ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത്. 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതെന്നാണ്? 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 24 73ാമത് ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. പാസ്സാക്കിയതെന്നാണ്? 1992. നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. അപ്പോൾ 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ്
73-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയ വർഷം 1992, നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 5 മുതൽ 11 വരെ. 73-ാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 39D. 39Dയുമായി ബന്ധപ്പെട്ടതാണ് തുല്യ ജോലിക്ക് തുല്യവേതനം. തുല്യ ജോലിക്ക് തുല്യവേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 39D. 39Dയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുല്യ ജോലിക്ക് തുല്യവേതനം. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കറിനെയാണ് ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ തുല്യ ജോലിക്ക് തുല്യവേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 39D. 39D. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറിനെയാണ് ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? അണ്ഡവാഹിനിക്കുഴലിൽ. അപ്പോൾ ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? അണ്ഡവാഹിനിക്കുഴലുകളിൽ വെച്ചാണ് ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത്. മിനമാറ്റ രോഗം എന്തിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറിയുമായി ബന്ധപ്പെട്ട രോഗമാണ് മീനമാറ്റ രോഗം. മീനമാത എന്ന് പറയാറുണ്ട്, മീനമാറ്റ എന്നും പറയാറുണ്ട്. ഇവിടെ PSC ചോദിച്ചിരിക്കുന്ന മീനമാറ്റ രോഗം എന്തിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറിയുമായി ബന്ധപ്പെട്ട മലിനീകരണം മൂലം സംഭവിക്കുന്ന രോഗമാണ് മീനമാത രോഗം അല്ലെങ്കിൽ മീനമാറ്റ രോഗം. മിനാമാറ്റ രോഗം ഏതാണ്? മെർക്കുറിയുമായി ബന്ധപ്പെട്ട രോഗമാണ് മിനാമാറ്റ രോഗം. അപ്പോൾ ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? അണ്ഡവാഹിനി കുഴലുകളിൽ വെച്ച് നടക്കുന്നു. മിനാമാറ്റ രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട രോഗമാണ് മിനാമാറ്റ രോഗം. മെർക്കുറിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട രോഗമാണ് മിനാമാറ്റ രോഗം. ഈ മിനാമാറ്റ രോഗമൊക്കെ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ പറഞ്ഞു പഠിക്കുക. മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. അപ്പോൾ മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാഷിയോർക്കറാണ് മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പോൾ മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാഷിയോർക്കറാണ് മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. വിഡാൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ടൈഫോയിഡ് സ്ഥിരീകരിക്കുവാനുള്ള ടെസ്റ്റാണ് വിഡാൽ ടെസ്റ്റ്. ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ടൈഫോയിഡ്. രോഗങ്ങളും ടെസ്റ്റുകളും എന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്ത കൂട്ടുകാർ ഒന്ന് പോയി കാണുക. അതിൽ ഈ ടെസ്റ്റുകളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കറാണ് മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. വിഡാൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യാനാണ് വിഡാൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരമെഴുതുക എന്നുള്ളതാണ്. ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. അപ്പോൾ ഈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റി, ഭൂമിയുടെ ആകർഷണം. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റി അഥവാ ഭൂമിയുടെ ആകർഷണം. അപ്പോൾ ഭൂമിയുടെ ആകർഷണം പരമാവധി എവിടെയാണ്? അതെ, ധ്രുവപ്രദേശങ്ങളിലാണ് ഭൂമിയുടെ ആകർഷണം അല്ലെങ്കിൽ ജിയുടെ പരമാവധി മൂല്യമുള്ളത് ധ്രുവപ്രദേശങ്ങളിലാണ് ജിയുടെ പരമാവധി മൂല്യം ഉള്ളത്. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരമെഴുതുക എന്നുള്ളതാണ് ചോദ്യം. ജിയുടെ അഥവാ ഗ്രാവിറ്റിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. ഗ്രാവിറ്റിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ജിയുടെ പരമാവധി മൂല്യം എന്ന് പറയുന്നത്
ധ്രുവപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഉള്ളത്. അതുകൊണ്ട് ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. സാധാരണ TV റിമോട്ട് കൺട്രോളറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് രശ്മികൾ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡ് രശ്മികളാണ്. ഇൻഫ്രാറെഡ് രശ്മികൾ കൊണ്ട് പ്രവർത്തിക്കുന്ന റിമോട്ടുകളാണ് നമ്മൾ സാധാരണ TVയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡ് രശ്മികൾ. ഇൻഫ്രാറെഡ് രശ്മികളാണ് സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയായിരിക്കും? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒരു സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് രശ്മികൾ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എന്നുള്ളത് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതായിരുന്നു? പെൻബ്രൽ ചന്ദ്രഗ്രഹണമായിരുന്നു 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതായിരുന്നു? പെൻബ്രൽ ചന്ദ്രഗ്രഹണം. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണമാണ് പെൻബ്രൽ ചന്ദ്രഗ്രഹണം. ഓർബിറ്റലിൽ ഉള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ N1 M എന്നിവയുടെ മൂല്യങ്ങളാണ് n = 3, 1 = 2, m = -1. അപ്പോൾ ഒരു ഓർബിറ്റലിൽ ഉള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ N1 M എന്നിവയുടെ മൂല്യങ്ങളാണ് n = 3, 1 = 2, m = -1. അപ്പോൾ n = 3, 1 = 2, m = -1. ബോറോൺ, അലുമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എങ്ങനെയാണ്? പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ബോറോൺ. അപ്പോൾ ബോറോൺ, അലുമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എങ്ങനെയാണ്? പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ബോറോൺ. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ബോറോൺ എന്നിങ്ങനെയായിരിക്കും അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമങ്ങൾ. അപ്പോൾ ബോറോൺ, അലുമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമമാണ് പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ബോറോൺ. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ബോറോൺ. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7 കൂടുതൽ ഉള്ളത് ഏതിനെന്നാണ്? മനുഷ്യ ഉമിനീര്, മനുഷ്യരക്തം, നാരങ്ങാനീര്, ദഹനരസം. ഇതിൽ മനുഷ്യരക്തത്തിനാണ് pH മൂല്യം 7 കൂടുതലുള്ളത്. അപ്പോൾ താഴെ കുറച്ച് പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ pH മൂല്യം 7 കൂടുതൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇവയൊക്കെയാണ് മനുഷ്യ ഉമിനീര്, മനുഷ്യരക്തം, നാരങ്ങാനീര്, ദഹനരസം. ഇതിൽ മനുഷ്യരക്തത്തിനാണ് pH മൂല്യം 7 കൂടുതൽ ഉള്ളത്. അപ്പോൾ pH മൂല്യം 7 കൂടുതലുള്ളത് ഏതാണ്? ഇതിൽ മനുഷ്യരക്തം. മനുഷ്യരക്തത്തിനാണ് pH മൂല്യം 7 കൂടുതൽ ഉള്ളത്. അപ്പോൾ ബോറോൺ, അലുമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ബോറോൺ. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7 കൂടുതലുള്ള ഏതിനാണ്? മനുഷ്യരക്തത്തിനാണ് pH മൂല്യം 7 കൂടുതലുള്ളത്. മനുഷ്യരക്തത്തിനാണ് pH മൂല്യം 7 കൂടുതൽ ഉള്ളത്. മനുഷ്യരക്തം.
താഴെ കൊടുത്തിട്ടുള്ളതിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ബെൻസീനും ടൊളുവിനും, എൻ ഹെക്സൈനും എൻ ഹെപ്റ്റൈനും, ഫീനോളും അനിലീനും, ബ്രോമോ ഈഥൈനും ക്ലോറോ ഈഥൈനും. ഇതിൽ ഫീനോളും അനിലീനുമാണ് ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഫീനോളും അനിലീനും. ഫീനോളും അനിലീനുമാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത്. ഫീനോൾ ആൻഡ് അനിലീൻ. ഫീനോൾ, അനിലീൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ്. ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഹെർമൻ ഗുണ്ടർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ്. ഇതിൽ ഫെർമൻ ഗുണ്ടർട്ടൻ എന്നാണ് എഴുതിയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും ഹെർമൻ ഗുണ്ടർട്ടൻ എന്നാണ്. അദ്ദേഹത്തെ നമുക്ക് ജർമ്മൻ ഗുണ്ടർട്ടൻ എന്ന് വിളിക്കാം. എന്തെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ജന്മദേശം ജർമ്മനിയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ജർമ്മൻ ഗുണ്ടർട്ടും എന്നും വിളിക്കാം. അത് കണക്ട് ചെയ്ത് പഠിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ്. ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. ഇതിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നുള്ളത് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. പക്ഷേ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോ ഫ്രാൻസിസ്. ആഞ്ചലോ ഫ്രാൻസിസ് ആണ് വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചതെന്നാണ്. 1872 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചത്. 1846 1872 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു ആരാണ് തയ്യാറാക്കിയത്? ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോ ഫ്രാൻസിസ് പാതിരി. ഡോക്ടർ ആഞ്ചലോ ഫ്രാൻസിസ് പാതിരിയാണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരമാരാണ്? നീരജ് ചോപ്ര. നീരജ് ചോപ്ര. അപ്പോൾ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരമാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്ര. അപ്പോൾ 2024 ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് സിൽവർ മെഡലാണ് ലഭിച്ചത്. ഗോൾഡ് മെഡൽ ആർക്കായിരുന്നു? പാകിസ്ഥാന്റെ അർഷദ് നദീമിനായിരുന്നു. 2024 ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം അർഷദ് നദീമിന്. അപ്പോൾ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരമാരാണ്? നീരജ് ചോപ്ര. നീരജ് ചോപ്രയാണ് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരം. 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ്. സ്വർണ്ണ മെഡൽ നേടിയത് പാകിസ്ഥാന്റെ അർഷദ് നദീമാണ്. അർഷദ് നദീം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവന്. അപ്പോൾ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എ സേതുമാധവന്. അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എസ് കെ വസന്തൻ. എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എ സേതുമാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആരാണ്? എസ് കെ വസന്തൻ. എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു? എ സേതുമാധവൻ. അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? എസ് കെ വസന്തൻ. എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം. നമുക്കൊന്നുകൂടെ നോക്കാം. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരമാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്ര. നീരജ് ചോപ്രയ്ക്ക് 2024 ഒളിമ്പിക്സിൽ സിൽവർ മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. ഗോൾഡ് മെഡൽ ലഭിച്ചത് അർഷദ് നദീം പാകിസ്ഥാൻ താരമാണ്.
2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? എ സേതുമാധവൻ. എ സേതുമാധവനാണ് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? എസ് കെ വസന്തൻ. എസ് കെ വസന്തൻ. എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ളവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതെന്നുള്ളതാണ്. ആത്മോപദേശ ശതകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം. അപ്പോൾ വേദാധികാര നിരൂപണം ആരാണ് എഴുതിയത്? ചട്ടമ്പിസ്വാമികൾ. വേദാധികാര നിരൂപണം എഴുതിയത് ചട്ടമ്പിസ്വാമികൾ. ആത്മവിദ്യാകാഹളം എഴുതിയത് വാഗ്ഭടാനന്ദ. ആത്മവിദ്യാകാഹളം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണ്. അപ്പോൾ ആത്മാനുതാപമോ? ചാവറ ഏലിയാസ് കുര്യാക്കോസ്. അപ്പോൾ ആത്മാനുതാപം ആരുടെ കൃതിയാണ്? ചാവറ ഏലിയാസ് കുര്യാക്കോസ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പിസ്വാമികൾ. ആത്മവിദ്യാകാഹളം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദ. ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരു. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതെന്നാണ്? ആത്മോപദേശ ശതകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി. അപ്പോൾ വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പിസ്വാമികൾ. ആത്മവിദ്യാകാഹളം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദ. ആത്മാനുതാപം ആരുടെ കൃതിയാണ്? ചാവറ ഏലിയാസ് കുര്യാക്കോസ്. ചാവറ ഏലിയാസ് കുര്യാക്കോസിന്റെ കൃതിയാണ് ആത്മാനുതാപം. മാമാങ്കത്തിന്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏതായിരുന്നു? ഹൈദരലിയുടെ ആക്രമണം. ഹൈദരലിയുടെ ആക്രമണം മൂലമാണ് മാമാങ്കത്തിന് അന്ത്യം കുറിച്ചത്. മാമാങ്കത്തിന് അന്ത്യം കുറിച്ചത് എന്താണ്? ഹൈദരലിയുടെ ആക്രമണമാണ് മാമാങ്കത്തിന് അന്ത്യം കുറിച്ചത്. അപ്പോൾ മാമാങ്കത്തിന്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏതാണ്? ഹൈദരലിയുടെ ആക്രമണം. ഹൈദരലിയുടെ ആക്രമണമായിരുന്നു മാമാങ്കത്തിന് അന്ത്യം കുറിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? വ്യാപാര രഹസ്യങ്ങൾ. വ്യാപാര രഹസ്യങ്ങൾ. വ്യക്തികൾ തമ്മിലുള്ള വിശ്വസ്ത ബന്ധം മൂലം ലഭ്യമായ വിവരങ്ങളൊന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. വ്യാപാര രഹസ്യങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ളതിൽ വ്യാപാര രഹസ്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം. വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം, മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, ഇവയൊന്നും നമ്മൾക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയിൽ നൽകാവുന്ന വിവരം? ഏതാണ്? വ്യാപാര രഹസ്യങ്ങൾ നൽകാവുന്നതാണ്. വ്യക്തികൾ തമ്മിലുള്ള വിശ്വസ്ത ബന്ധം മൂലം ലഭ്യമായ വിവരങ്ങൾ നൽകാൻ പാടില്ല. വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം നൽകാൻ പാടില്ല. മന്ത്രിസഭാ തീരുമാനങ്ങൾ നൽകാൻ പാടില്ല. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷയാണ് 1 വർഷം വരെ കഠിന തടവ്. അപ്പോൾ കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? 1 വർഷം വരെ കഠിന തടവ്. 1 വർഷം വരെ കഠിന തടവാണ് കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ. എത്രയാണ്? 1 വർഷം വരെ കഠിന തടവ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? വ്യാപാര രഹസ്യങ്ങൾ. വ്യക്തികൾ തമ്മിലുള്ള വിശ്വസ്ത ബന്ധം മൂലം ലഭ്യമായ വിവരങ്ങൾ, വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം, മന്ത്രിസഭാ തീരുമാനങ്ങളൊന്നും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല, അല്ലെങ്കിൽ വിവരാവകാശ അപേക്ഷയിൽ പ്രകാരം നമ്മൾക്ക് ലഭ്യമാകുന്നതല്ല. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷയാണ് 1 വർഷം വരെ കഠിന തടവ്. 1 വർഷം വരെ കഠിന തടവാണ് കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? A.O. ഹ്യൂം എന്നാണ് സ്ഥാപിച്ചത്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനം എന്നാണ്. 1885 ഡിസംബർ 28 A.O. ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ എന്ന ഇന്ത്യൻ പുസ്തകം രചിച്ചതാരാണ്?
ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ബന്ധമില്ലാത്ത പ്രസ്താവന എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? അലൻ ഒക്ടാവിയൻ ഹ്യൂം എന്ന എഒ ഹ്യൂം. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഇവയെല്ലാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. ഇതിൽ കർഷകരുടെ ദുരിതങ്ങളുണ്ട്, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യമുണ്ട്, രാജാക്കന്മാരുടെ പ്രശ്നങ്ങളുണ്ട്, ശിപായിമാരുടെ ദുരിതങ്ങളുണ്ട്. ഇവയെല്ലാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളായിരുന്നു. അപ്പോൾ സ്ലൈഡ് നമുക്കൊന്നുകൂടെ നോക്കാം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. ഇവയെല്ലാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ തന്നെയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിയെ. അരുണ ആസിഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പോൾ അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണെന്നാണ് പറഞ്ഞത്? അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യാസെൻ. സൂര്യാസെന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. ആരാണ്? സൂര്യാസെൻ. സൂര്യാസെന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യാസെന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. സൂര്യാസെൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യാസെന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ഇവയെല്ലാം മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്, അല്ലെങ്കിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടു. മലബാർ സ്പെഷ്യൽ പോലീസ് സേന എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. അപ്പോൾ ഇവയെല്ലാം
മലബാർ കലാപത്തിൻ്റെ കാരണങ്ങൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. മാപ്പിളക്കലാപങ്ങൾ എന്ന് അറിയപ്പെട്ടു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ഇവയെല്ലാം മാപ്പിളക്കലാപത്തിന് അല്ലെങ്കിൽ മലബാർ കലാപത്തിന് കാരണമാണ്. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം ഇവ നാലും നടന്ന കാലഘട്ടം അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 16 ജനുവരി 1809. 1809 കുണ്ടറ വിളംബരം നടന്നത്. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? 1932 മുതൽ 1936 വരെയാണ് നിവർത്തന പ്രക്ഷോഭം. മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം നവംബർ 1, 1931. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഉത്തരം സി ആണ്. കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ആ ഓർഡറിലാണ് ഇത് വരേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? ഒന്നുകൂടെ നോക്കാം. കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809, നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932 തൊട്ട് 36 വരെ, മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? 1931. 1931. ഈ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കണം. ഇതുകൊണ്ട് എല്ലാ 4-5 വർഷങ്ങൾ ഒന്നിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളൊക്കെ വളരെ ക്രമമനുസരിച്ച് തന്നെ പഠിക്കുക. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണ്? 1809. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932 മുതൽ 36 വരെ. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഇതിൻ്റെ ഉത്തരം സി ആണ്. അടുത്തത് ചേരുംപടി ചേർക്കുക എന്നതാണ്. അയ്യങ്കാളി, പൊയ്കയിൽ കുമാരഗുരുദേവൻ, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ അവർ സ്ഥാപിച്ച സംഘടനകളാണ് ഇവിടെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. സമത്വ സമാജം, സ്വാതന്ത്ര്യജന പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ആത്മവിദ്യാസംഘം. അപ്പം നമുക്കൊന്ന് നോക്കാം. നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അയ്യങ്കാളി. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതേതാണ്? സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മഹാത്മാ അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. ഇങ്ങനെ ചേരുംപടി ചേർക്കാനായിട്ട് മാത്രമല്ല അല്ലാത്ത രീതിയിലും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യൻകാളി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, PSC ബുള്ളറ്റിനിൽ നിന്നും എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.